ദൈവജനാഗ്നിയായി മാനവരിൽ നിറയട്ടെ. ത്രിയേക ദൈവത്തിന് സ്തുതി. കർത്താവിനാൽ സ്നേഹിക്കപ്പെട്ടവരെ, സെൻറ് തോമസ് ധ്യാനകേന്ദ്രം കീഴിലും പരിശുദ്ധ സഭയുടെ അനുഗ്രഹിക്കപ്പെട്ട ധ്യാനകേന്ദ്രങ്ങളിൽ ഒന്നാണ്. പരിശുദ്ധ സഭയ്ക്കായി ദൈവം ദാനമായി നൽകിയ ഈ ധ്യാനകേന്ദ്രത്തിൽ നിന്നും നടത്തപ്പെടുന്ന ശുശ്രൂഷകൾ ഏറ്റവും ശ്രേഷ്ഠകരമാണ്. ഇന്നേ ദിവസം ഈ ഭജന ശുശ്രൂഷയെ സംബന്ധിക്കുവാൻ അല്പസമയം വചനത്തിൽ ധ്യാനിക്കുവാൻ തന്നതായ കൃപകൾക്കായി ദൈവത്തെ മുന്നമേ സ്തുതിക്കുകയാണ്. ആത്മീയ ജീവിതം എപ്പോഴും ഒരു പോരാട്ടത്തിൻ്റെതാണ്. ലോകത്തിലേക്ക് നാം തിരിഞ്ഞു നോക്കിയാൽ എല്ലാ കാലവും പോരാട്ടത്തിൻ്റെതായ ഒരു ലോകമാണ് നമ്മുടെ ചുറ്റുമുള്ളത്. ഇന്ന് നമ്മുടെ വ്യക്തി ജീവിതവും കുടുംബജീവിതവും നമ്മുടെ ശുശ്രൂഷ രംഗങ്ങളും നാം ആയിരിക്കുന്ന രാജ്യവും ലോകത്തിൻ്റെ വിവിധ മത സാംസ്കാരിക രംഗങ്ങൾ, രാഷ്ട്രീയ രംഗങ്ങളെല്ലാം പരിശോധിച്ചാലും എല്ലായിടത്തും പോരാട്ടത്തിൻ്റെ അവസ്ഥകൾ കാണാൻ നമുക്ക് സാധിക്കും. ക്രിസ്തീയ ജീവിതം ഒരു പോരാട്ടത്തിൻ്റെതായ ജീവിതമാണ്. നമ്മുടെ കർത്താവ് നമ്മുടെ പാപപരിഹാരാർത്ഥം കുരിശിലേക്കുള്ള തൻ്റെ അവസാന യാത്രയ്ക്ക് മുമ്പ് ലോകത്തിൻ്റെ പാപത്തെ ചുമന്നുകൊണ്ട് അവിടുന്ന് മാമോദിസ ഏറ്റപ്പോൾ പരിശുദ്ധാത്മാവിൽ തൃത്വദൈവത്തിൻ്റെ പ്രീതി സമ്പാദിച്ച് ആ തൃത്വത്തിൻ്റെ സാക്ഷ്യവും ലഭിച്ച് മനുഷ്യവർഗത്തിൻ്റെ വീണ്ടെടുപ്പിന് ഒരുക്കമായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് യേശുവിനെ മരുഭൂമിയിലേക്ക് ആനയിച്ചു കൊണ്ടുപോയി. അവിടെ യേശുവിനെ എതിർക്കുവാനായിട്ട് പിശാച് തൻ്റെ തന്ത്രങ്ങളുമായി കാത്തിരുന്നു. കർത്താവിനാൽ സ്നേഹിക്കപ്പെട്ടവരെ, 3 വിധ തന്ത്രങ്ങളെയാണ് യേശു ഇവിടെ പരാജയപ്പെടുത്തുന്നത്. വിശുദ്ധ വേദപുസ്തകം അതിൻ്റെ തുടക്കം നാം പരിശോധിക്കുമ്പോൾ മനുഷ്യവർഗത്തെ പതനത്തിലാഴ്ത്തിയതായ പിശാചിൻ്റെ 3 തന്ത്രങ്ങളെ കാണാൻ സാധിക്കും. അത് മറ്റൊന്നുമായിരുന്നില്ല, ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം എന്നിവയായിരുന്നു. ആദിമാതാവായ ഹവ്വ ഈ 3 പ്രലോഭനങ്ങളിൽ അകപ്പെട്ട് പരാജയം സംഭവിച്ചു. അതിൽ നിന്നും ആദാമിലേക്കും ആ പരാജയം കടന്നു ചെല്ലുവാനും അങ്ങനെ മനുഷ്യവർഗം മുഴുവൻ സാത്താൻ്റെ തന്ത്രങ്ങളിൽ പരാജയപ്പെട്ട് ദൈവത്തിൽ നിന്നും അകന്നുപോയി പാപത്തിൽ അധപ്പതിക്കുവാണ്ടിയായിത്തീർന്നു. അനാദിയിൽ തന്നെ പാപത്തിൽ അധപ്പതിച്ച മനുഷ്യവർഗത്തെ വീണ്ടെടുക്കുവാൻ ദൈവം ഒരു പദ്ധതി ഒരുക്കുകയും ആ പദ്ധതി പ്രകാരമായിരുന്നു സ്ത്രീയുടെ സന്തതിയായി പിറക്കുന്നവൻ സർപ്പത്തിൻ്റെ തല തകർക്കും. പ്രിയമുള്ളവരെ, ആ വാഗ്ദത്ത സന്തതിയായി കർത്താവായ യേശുക്രിസ്തു ഭൂമിയിൽ കന്യമറിയാമിലൂടെ ജനിച്ച് അവിടുന്ന് യോർദാനിൽ വെച്ച് യോഹന്നാൻ സ്നാപകനാൽ സ്നാനമേറ്റ് തുറന്ന് മരുഭൂമിയിലേക്ക് പരിശുദ്ധാത്മാവ് നയിക്കപ്പെട്ടപ്പോൾ അവിടെ യേശുവിനെയും പരീക്ഷിക്കുവാൻ 3 വിധ തന്ത്രങ്ങളുമായി പിശാച് കാത്തു നിന്നു. മരുഭൂമിയിൽ 40 രാവും പകലും യേശു ഉപവസിച്ച് ശക്തി സംഭരിച്ച് ആയിരിക്കുമ്പോൾ യേശുവിനെ വിശക്കുകയും ക്രിസ്തുവിനെ പരീക്ഷിക്കുവാനായിട്ട് സാത്താൻ കടന്നു വരികയും 3 വിധ തന്ത്രങ്ങളാൽ യേശുവിനെ പരീക്ഷിക്കുകയാണുള്ളത്. ഒന്നാമത് ജഡമോഹത്താൽ യേശുവിനെ പരീക്ഷിക്കുന്നു. 40 ദിവസം ഉപവസിച്ചവനായ യേശുവിന് വിശന്നപ്പോൾ അവൻ്റെ ബലഹീനാവസ്ഥയിൽ യേശുവിൻ്റെ അടുക്ക് ചെന്നുകൊണ്ട് നിനക്ക് വിശക്കുന്നുവല്ലോ, കല്ലുകളോട് അപ്പമാകുവാൻ കൽപ്പിച്ചാലോ എന്ന് ആവശ്യപ്പെടുമ്പോൾ പിശാചിൻ്റെ തന്ത്രങ്ങളെ മനസ്സിലാക്കിയ യേശു തമ്പുരാൻ മനുഷ്യൻ ജീവിക്കുന്നത് അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വചനം കൊണ്ടുമാണെന്ന് വെളിപ്പെടുത്തുകയും സാത്താൻ്റെ ആ 1ാമത്തെ പരീക്ഷണത്തെ പരാജയപ്പെടുത്തുന്നു. വീണ്ടും ഉയർന്ന മലയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ആ രാജ്യങ്ങൾ മുഴുവൻ കാണിച്ചു കൊടുത്ത് പിശാചിനെ വീണ്ടും നമസ്കരിച്ച എല്ലാം യേശുവിന് നൽകാമെന്ന് വാഗ്ദാനം ചെയ്യുമ്പോൾ എൻ്റെ ദൈവമായ യഹോവയല്ലാതെ ആരെയും നമസ്കരിക്കരുത് എന്നും വചനത്തിലുണ്ടല്ലോ എന്ന് ഓർപ്പെടുത്തിക്കൊണ്ട് യേശു തമ്പുരാൻ പിശാചിനെ 2ാമതും പരാജയപ്പെടുത്തുന്നു. 3ാമതായിട്ട് ആലയത്തിൻ്റെ അഗ്രത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി നീ ദൈവപുത്രനെങ്കിൽ നീ താഴേക്ക് ചാടുക, നിന്നെ കാക്കുവാൻ ആത്മമണ്ഡലത്തിലെ സൈന്യം കാത്തു നിൽക്കുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോൾ
കർത്താവ് ഇപ്രകാരം പിശാചിനെ പരാജയപ്പെടുത്തുകൊണ്ട് മറുപടി കൊടുക്കുകയാണ്, നിൻ്റെ ദൈവമായ യഹോവയെ പരീക്ഷിക്കരുതെന്നും വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതെന്ന് കൽപ്പിക്കുമ്പോൾ അവിടെ പിശാച് പരാജയം തിരിച്ചറിഞ്ഞ് പിൻവാങ്ങുന്നത് കാണാൻ സാധിക്കും. പ്രിയമുള്ളവരെയും ക്രിസ്തുവിനെ ഇതിലേക്ക് പ്രാപ്തിയുള്ളതാക്കി തീർത്തത് അചഞ്ചലമായ പിതാവിങ്ങളുള്ളതായ വിശ്വാസവും സമർപ്പണവും ലോകത്തെ വീണ്ടെടുക്കുവാനുള്ളതായ അവൻ്റെ ഇച്ഛാശക്തിയുമായിരുന്നു. നാം ആത്മമണ്ഡലത്തിലായിരിക്കുമ്പോൾ നമുക്ക് ഇപ്രകാരമുള്ളതായ പരീക്ഷണങ്ങൾ നിരന്തരമായി കടന്നു വരുമെന്ന് ദൈവജനം ഓർത്തുകൊള്ളണം. അവിടെയൊക്കെയും ത്രിയേക ദൈവത്തിൽ അധിഷ്ഠിതമായ വിശ്വാസവും അതുപോലെ തന്നെ നമ്മിലൂടെ ദൈവം വീണ്ടെടുക്കുവാൻ ആഗ്രഹിക്കുന്ന ജനതയോർത്തുള്ളതായ നമ്മുടെ വലിയ ആഗ്രഹവും നമുക്ക് പിശാചിൻ്റെ തന്ത്രങ്ങളെ തകർത്തെറിയുവാൻ നമുക്ക് പ്രാപ്തിയുള്ളവരാക്കി നമ്മെ തീർക്കുന്നു. അതിലേക്കായിട്ട് നമുക്ക് ദൈവജനവും അതുപോലെ വിശുദ്ധ കൂദാശകളും പിതാക്കന്മാരുടെ പഠിപ്പിക്കലുകളും നമ്മുടെ ചുറ്റുമുള്ളതായ വിശ്വാസമൂഹത്തിൻ്റെ പ്രാർത്ഥനകളും എപ്പോഴും നമുക്ക് വലിയൊരു അനുഗ്രഹവും സഹായമായി തീരുമെന്നതിനാൽ അവയിലൊക്കെ ആശ്രയിക്കുവാനും നമുക്ക് ഇടയായിത്തീരണം. വിശുദ്ധനായ പൗലോസ് ശ്ലീഹ എഫേസ്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 12-ാം വാക്യം വാസ്തവമുള്ളതായ പോരാട്ടം എന്താണെന്ന് പഠിപ്പിക്കുന്നു. ഇന്ന് കുടുംബങ്ങളിലും വ്യക്തിജീവിതങ്ങളിലും സമൂഹത്തിലും നിരന്തരമായ കലഹങ്ങളും പോരാട്ടങ്ങളും വർദ്ധിപ്പിക്കുമ്പോൾ വാസ്തവമുള്ള പോരാട്ടം എന്തിലാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ പോരാട്ടങ്ങളിൽ ശക്തിപ്പെടുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ശക്തീകരിക്കുവാൻ വിശ്വാസികളെപ്പോഴും പ്രാർത്ഥനയിൽ ഉറ്റിരിക്കണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുകയാണ്. എഫേസ്യലേഖനം 6-ാം അധ്യായം 12-ാം വാക്യത്തിൽ പ്രകാരം പഠിപ്പിക്കുന്നു, നമുക്ക് പോരാട്ടമുള്ളത് രക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോടും സർലോകങ്ങളിലെ ദുഷ്ടാത്മസേനകളോടും അത്രയെന്ന് വിശുദ്ധനായ പൗലോസ് ശ്ലീഹ എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. വാത്സല്യമുള്ളവരെ, വാസ്തവമുള്ളതായ നമ്മുടെ പോരാട്ടം എന്തിനോടൊന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ പോരാട്ടത്തിൽ ശക്തിപ്പെടുവാൻ നമുക്ക് അനേക കാര്യങ്ങൾ വീണ്ടും നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ആത്മീയ പോരാട്ടം എന്നുള്ളത് വാസ്തവത്തിൽ നമ്മളെ സുന്ദരമനോഹരമായ നമ്മുടെ ശരീരമാകുന്ന ദൈവാലയത്തിൽ ദൈവം നിക്ഷേപിച്ചതായ ആത്മാവിനെ നമ്മുടെ ഈ ലോകത്തുള്ള ജീവിതത്തിൻ്റെ അവസാനത്തിങ്കൽ ആ ആത്മാവിനെ നൽകിയവനായ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ആ ആത്മാവിനെ തിരിച്ച് ഏൽപ്പിക്കുന്നവരെയുള്ളതായ നിരന്തരമായ സാത്താനോടും അവൻ്റെ സൈന്യത്തോടുള്ള പോരാട്ടമാണ് ആത്മീയ പോരാട്ടം എന്ന് പറയുന്നത്. വാത്സല്യമുള്ളവരെ, മനുഷ്യരാശിയും അതിൻ്റെ ശത്രുക്കളും ലോകം, ജഡം, സാത്താൻ തമ്മിലുള്ള നിരന്തര പോരാട്ടമാണ് ആത്മീയ പോരാട്ടം എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതിൻ്റെ ഉദ്ദേശമെന്ന് പറയുന്നത് അക്രൈസ്തവരായ അല്ലെങ്കിൽ ദൈവത്തെ അറിയാത്തതായ നാനാജാതി മതസ്ഥരെ ക്രിസ്തുവിലേക്കുള്ളതായ വ്യക്തിപരമായ അടുപ്പത്തിൽ നിന്നും അകറ്റി നിർത്തുക എന്നുള്ളതാണ് അതിൻ്റെ ഒന്നാമത്തെ ലക്ഷ്യമെന്ന് പറയുന്നത്. രണ്ടാമതെന്ന് പറയുന്നത് ക്രിസ്തുവിനെ അംഗീകരിച്ച് രക്ഷയുടെ അനുഭവത്തിൽ കടന്നു വന്നവരെ ആ ക്രിസ്തുവിലുള്ളതായ ബന്ധത്തിൽ നിന്നും അകറ്റി നിർത്തുവാനാണ് പിശാച് നിരന്തരമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെയുള്ളതായ വാസ്തവത്തിലുള്ള പോരാട്ടമാണ് ആത്മീയ പോരാട്ടം എന്ന് പറയുന്നത്. സ്നേഹമുള്ളവരെ, ഇതാ എഫേസ്യ ലേഖനം 2-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. അവയിൽ നിങ്ങൾ മുമ്പേ ഈ ലോകത്തിൻ്റെ ലോകഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിൻ്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായിരിക്കുന്നവനെയും അഥവാ സാത്താനെയും അനുസരിച്ച് നടന്നിരുന്നു. അവരിടയിൽ എല്ലാവരും മുമ്പേ നമ്മുടെ ജഡമോഹങ്ങളിൽ നടന്നു ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമായി ചെയ്തുകൊണ്ട് മറ്റുള്ളവരെ പോലെ പ്രകൃതിയാൽ കോപത്തിൻ്റെ മക്കളായിരുന്നു എന്നുള്ളതിനാൽ നമ്മുടെ ആന്തരികമായ അനുഭവങ്ങൾ തിരിച്ചറിയുകൊണ്ട് ക്രിസ്തു കേന്ദ്രീകൃതമായ ഒരു ആത്മീയ പോരാട്ടം നമ്മുടെ ജീവിതത്തിൽ രൂപപ്പെടുത്തുവാൻ നാം എപ്പോഴും ശ്രദ്ധയുള്ളവരായിരിക്കണം. ആത്മീയ പോരാട്ടത്തിൽ പരാജയപ്പെട്ടാൽ സാത്താന് കീഴടങ്ങുകയും നിത്യമായ ആ നാശത്തിൽ അകപ്പെടുമെന്നുള്ള തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ സർവായുധ ആയുധങ്ങൾ ധരിക്കുവാൻ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുകയാണ്. 3 വിധ ശത്രുക്കളെയാണ് നമുക്ക് നേരിടുവാനുള്ളത്. അതിലൊന്നാമതായിട്ട് ലോകമെന്നാണ് ഇതിന് പറയുന്നത്. യവന ഭാഷയിൽ കോസ്മോസ് എന്ന വാക്കിൽ നിന്നുമാണ് ലോകം എന്ന വാക്ക് ഉളവായത്. മറ്റ് സന്ദർഭങ്ങളിൽ കോസ്മോസ് എന്ന വാക്കിന് ഭൗതികമായ ഭൂമിയെയോ
ഭൂമിയിലുള്ള ആളുകളെക്കുറിച്ചും കുറിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ദൈവത്തിനും അവിടുത്തെ ഭരണത്തിനുമെതിരായുള്ള സാത്താൻ്റെ അദൃശ്യമായ സംഗതിയാണ് ലോകം എന്നുള്ളതുകൊണ്ട് പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. സാത്താൻ്റെ ആശയങ്ങളും പ്രവർത്തനങ്ങളും ഉദ്ദേശങ്ങളും അതിൽ ഉൾപ്പെടുന്നതായിട്ട് കാണാൻ സാധിക്കും. വിശുദ്ധനായ യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനം 4-ാം അധ്യായം 4-ാം വാക്യത്തിൽ വ്യഭിചാരികളായുള്ളവരെ ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ആകയാൽ ലോകത്തിൻ്റെ സ്നേഹിതനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം ദൈവത്തിൻ്റെ ശത്രുക്കളായിരുന്നു. പ്രിയമുള്ളവരെ, ലോകസ്നേഹം എന്നുള്ളത് ദൈവത്തിനുള്ളതായ ശത്രുത്വമാണ്. ദൈവത്തിലുള്ള മൊത്തത്തിലേക്ക് വരണമെങ്കിൽ ലോകസ്നേഹത്തിൽ നിന്നും വേർപെട്ട് ജീവിക്കുവാൻ ദൈവമക്കൾ എപ്പോഴും ശ്രദ്ധയുള്ളവരായിരിക്കണം. രണ്ടാമത്തെ ശത്രു എന്ന് പറയുന്നത് ജഡമാണ്. യവന ഭാഷയിൽ സാർക്സ് എന്ന വാക്കിൽ നിന്നുമാണ് ജഡം എന്ന വാക്ക് ഉളവായത്. മറ്റ് സന്ദർഭങ്ങളിൽ സാർക്സ് ഭൗതികമായ ശരീരത്തെയും കുറിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ജഡത്തിൽ ജീവിക്കുക എന്നാൽ ക്രിസ്തുവിൻ്റെ തുണയില്ലാതെ സ്വയം ശരണപ്പെട്ട് ജീവിക്കുക എന്നാണ് അർത്ഥമായിരിക്കുന്നത്. ദൈവത്തിൽ നിന്നും അകന്ന് സ്വന്തം ശക്തിയിൽ ആശ്രയിക്കുന്നവരൊക്കെയും ജഡീകമായ അനുഭവങ്ങളിലാണെന്ന് ഓർത്തുകൊള്ളണം. റോമർക്ക് എഴുതിയ ലേഖനം 7-ാം അധ്യായത്തിൽ പാപത്തിൻ്റെ ശക്തി ഒരു വ്യക്തിയുടെ ജഡത്തിൽ പ്രകടമാകുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. രക്ഷിക്കപ്പെട്ടവനോ രക്ഷിക്കപ്പെടാത്തവനോ ആരായാലും അവൻ ദൈവ വഴി വിട്ട് സ്വന്തം വഴി തിരഞ്ഞെടുക്കുന്നവരെയാണ് ജഡീകർ എന്ന് പറയുന്നത്. റോമർക്ക് എഴുതിയ ലേഖനം 7-ാം അധ്യായം 18 മുതൽ 25 വാക്യങ്ങളിൽ പാപപ്രകൃതിക്ക് പകരം ജഡം എന്ന് സാർസിനെ മെച്ചമായി പരിഭാഷപ്പെടുത്തിയിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. റോമർ 7:18 എന്നിൽ എന്ന് വെച്ചാൽ എൻ്റെ ജഡത്തിൽ നന്മ വസിക്കുന്നില്ല എന്ന് ഞാൻ അറിയുന്നു. നന്മ ചെയ്യുവാനുള്ള താല്പര്യം എനിക്കുണ്ട്, പ്രവർത്തിക്കുന്നില്ല എന്ന് വിശുദ്ധനായ പൗലോസ് ശ്ലീഹ രേഖപ്പെടുത്തിയിരിക്കുന്നു. മൂന്നാമത് നമ്മൾ കണ്ടു, ഒന്നാമതായിട്ട് ലോകം, 2 ജഡം, മൂന്നാമതായിട്ട് പിശാച് അല്ലെങ്കിൽ സാത്താനെയാണ് നമ്മൾ ശത്രുക്കളായിട്ട് കാണേണ്ടത്. സാത്താൻ എന്ന ഇബ്രായ വാക്കിൽ നിന്നാണ് പിശാച് എന്ന വാക്ക് ഉളവായത്. അതിൻ്റെ അർത്ഥം എതിരാളി അല്ലെങ്കിൽ ശത്രു എന്നാണ് അർത്ഥമായിട്ടുള്ളത്. കർത്താവിനെ സ്നേഹിക്കപ്പെട്ടവരെ, ശത്രുവാവുന്ന സാത്താനെ ജയിക്കുവാൻ ദൈവത്തിൻ്റെ ആയുധം നമ്മൾ ധരിക്കേണ്ടത് ഏതു കാലത്തും വളരെ ആവശ്യമാണ്. ദൈവത്തിൻ്റെ പ്രധാന എതിരാളിയാണ് പിശാച് എന്ന് പറയുന്നത്. തിന്മയുടെ ആത്മീയ ശക്തികളുടെ നേതാവാണ് പിശാച്. മാലാഖയായി സൃഷ്ടിക്കപ്പെട്ടെങ്കിലും പിശാച് ദൈവത്തോട് മത്സരിച്ചപ്പോൾ അവൻ പിന്തുടർന്നു പോകുന്ന മാലാഖ എന്ന അർത്ഥത്തിൽ നിന്നും അവൻ തെറ്റിപ്പോയി പിശാചായി അധപ്പതിക്കുവാൻ ഇടയായിത്തീർന്നു. മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം 25-ാം അധ്യായം 41-ാം വാക്യം, പിന്നെ അവൻ അടുത്തുള്ളവരോട് ശപിക്കപ്പെട്ടവരെ എന്നെ വിട്ട് പിശാചിനും അവൻ്റെ ദൂതന്മാർക്ക് ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുവിനെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, ശത്രുവായ നമ്മുടെയും ദൈവത്തിൻ്റെ ശത്രുവായ പിശാചിനെയും അവൻ്റെ തന്ത്രങ്ങളെയും അവൻ്റെ സൈന്യത്തെയും തിരിച്ചറിഞ്ഞപ്പോൾ ഇനി നമ്മെ കാത്തിരിക്കുന്ന കോട്ടകളെ തിരിച്ചറിയേണ്ടതും വളരെ ആവശ്യമാണ്. ഏതു സൈന്യത്തിനും അതിൻ്റെതായ ഒരു കോട്ടയുണ്ട്. ഒരു സൈനിക കോട്ട ശത്രു സൈന്യത്തിനാണെങ്കിലും മിത്ര സൈന്യത്തിനാണെങ്കിലും ആവശ്യമുണ്ട്. ക്രിസ്തു സഭയിൽ ക്രിസ്തുവിൽ വിശ്വസിച്ച് ക്രിസ്തുവിൽ വീണ്ടെടുക്കപ്പെട്ടവരായി മുന്നോട്ട് പോകുന്ന കർത്താവിന് മടങ്ങിനു വേണ്ടി ഒരുങ്ങി ജീവിക്കുന്നവർക്ക് വേണ്ടി ക്രിസ്തു ഒരുക്കിയ കോട്ടയാണ് പ്രിയമുള്ളവരെ സഭ എന്ന നൗക എന്ന് പറയുന്നത്. പഴയമത്തിൽ നോഹയുടെ പെട്ടകത്തിൽ ദൈവജനത്തെ അതുപോലെ മറ്റ് ജീവജാലങ്ങളെയും ദൈവം കരുതിയതുപോലെ ഇതാ പുതിയമത്തിൽ സഭയാവുന്ന കോട്ടയ്ക്കുള്ളിൽ ദൈവം തൻ്റെ ദൈവമക്കളെ കരുതുകയാണ്. സഭയാവുന്ന കോട്ടയിലേക്ക് കടന്നു വരുവാൻ ഏറ്റവും ആവശ്യമായിട്ടുള്ളത് ക്രിസ്തുവിലുള്ള അചഞ്ചലമായ വിശ്വാസമാണ്. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ വിശ്വസിക്കുന്നവരായ വിശ്വാസികളെ കൂട്ടത്തെയാണല്ലോ സഭയെന്ന് പറയുന്നത്. സഭ നൗകയിലായിരിക്കുമ്പോൾ അതിന് നമുക്ക് കോട്ടയായിരിക്കുന്നത് ക്രിസ്തുവിൻ്റെ രക്തമാണ്. യേശുക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ മുദ്രയേറ്റവർ ക്രിസ്തുവിനുള്ളതായ സംരക്ഷണത്തിനും അവകാശികളായിത്തീരുന്നു. വാത്സല്യമുള്ളവരെ, ഈ ആത്മീയ കോട്ട, ഈ ക്രിസ്തുവിൻ്റെ രക്തത്താലുള്ളതായ സഭയാവുന്ന കോട്ടയ്ക്കുള്ളിൽ നാം ആയിരിക്കുമ്പോൾ നമ്മൾ എന്തെല്ലാം പ്രതിസന്ധികൾ ലോകത്തിലുണ്ടെങ്കിലും അതിനെ അതിജീവിക്കാൻ ശക്തരായിരിക്കുമെന്ന് ഓർത്തിരിക്കേണ്ടതാണ്. ആത്മീയ കോട്ട എന്നാൽ ആഴത്തിൽ വേരൂന്നിയായ ഒരു ചിന്താമണ്ഡലമാണ്. അത്
വളരെ കൊട്ടി ഉറപ്പിച്ചതായ ഒരു സുരക്ഷാ വലയമാണ്. ആ വലയമാണ് സഭയെന്ന് പറയുന്നത്. ക്രിസ്തുവിൻ്റെ ശരീരമാവുന്ന സഭയിൽ നാം ആയിരിക്കുമ്പോൾ നമുക്കുണ്ടാകാവുന്ന പൈശാചിക സാന്നിധ്യങ്ങളിൽ നിന്നും പ്രലോഭനങ്ങളിൽ നിന്നൊക്കെയും അതിജീവിക്കുവാൻ നമ്മൾ ഉള്ളിൽ വസിക്കുന്നതായ ക്രിസ്തു നമ്മളെ പ്രാപ്തിയുള്ളവരാക്കി തീർക്കുമെന്നുള്ളത് ദൈവജനം എപ്പോഴും വിശ്വസിക്കുകയും അവർ മനസ്സിൽ ഉറപ്പിക്കേണ്ടതുമായ ഒരു കാര്യമാണ്. നമ്മെ പരാജയപ്പെടുത്തുവാനായിട്ട് ഈ ആത്മീയക്കോട്ടയ്ക്ക് എന്നും നമ്മെ വ്യതിചലിപ്പിക്കുവാനായിട്ട് പിശാചൊരുക്കുന്ന തന്ത്രങ്ങളാണ് ഒന്ന് ലൗകിക ചിന്തകളെന്ന് പറയുന്നത്. വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ രക്ഷാസുവിശേഷം 6-ാം അധ്യായം 31-ാം വാക്യത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: മുന്നമേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക. ഈ ലോകത്ത് നമ്മൾ എന്ത് തിന്നും കുടിക്കുമെന്നുള്ളതിനേക്കാൾ ദൈവം ഒരുക്കി തരുന്നതായ ദൈവരാജ്യത്തെപ്പറ്റി, നിത്യമായ ആനന്ദത്തെപ്പറ്റി ചിന്തിക്കുന്നുവെങ്കിൽ പ്രിയമുള്ളവരെ, ലൗകിക ചിന്തകളിൽ നിന്നും വേർതിരി ജീവിക്കാൻ നമുക്ക് സാധിക്കും. രണ്ടാമതായിട്ട് നമ്മളെ പരാജയപ്പെടുന്ന ജഡീക ശീലങ്ങളാണ്. പ്രിയമുള്ളവരെ, ഒരു മനുഷ്യൻ അവൻ്റെ ജഡത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകുമ്പോൾ അവൻ്റെ ജഡീക അഭിലാഷങ്ങൾ അവനെപ്പോഴും പരാജയപ്പെടുത്തുവാൻ എപ്പോഴും ഇടയാക്കും എന്നുള്ളത് ചിന്തിച്ചു കൊള്ളണം. അനേക ജഡീക ശീലങ്ങളിൽ പരാജയപ്പെട്ട നേതാക്കന്മാർ അനവധിയാണ്. ആത്മീയ ഗോളത്തിലും ലൗകികമായ ഗോളത്തിലും അനേക പ്രമുഖ വ്യക്തികളൊക്കെയും ജഡീക ശീലങ്ങളിൽ പരാജയപ്പെട്ട് അവരൊക്കെയും അധപ്പതിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. വീണ്ടും പൈശാചിക സ്വാധീനങ്ങൾ നമ്മെ ദൈവത്തിൽ നിന്നും അകറ്റുന്നതായിട്ട് കാണാൻ സാധിക്കും. 2 കൊരിന്ത്യർ വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 10-ാം അധ്യായം 3 മുതൽ 4 വാക്യങ്ങളിൽ, ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവരെങ്കിലും ജഡപ്രകാരം പോരാടുന്നില്ല. ഞങ്ങളുടെ പോരിൻ്റെ ആയുധങ്ങളോ ജഡീകങ്ങൾ അല്ല, കോട്ടകൾ ഇടിപ്പാൻ ദൈവത്തിന് ശക്തിയുള്ളവയാണ്. സ്നേഹമുള്ളവരെ, പിശാചിനോ അവൻ്റെ തന്ത്രങ്ങൾക്കെതിരെ പോരാടുമ്പോൾ ക്രിസ്തുവിൻ്റെ സഭയാവുന്ന കോട്ടയ്ക്കുള്ളിലായിരിക്കുമ്പോൾ ആ പൈശാചിക തന്ത്രങ്ങളെയും അവൻ്റെ എതിർപ്പിനെയും പരാജയപ്പെടുത്തുവാനായിട്ട് ആത്മീയമായ മൂല്യങ്ങളും ആത്മീയമായ ആയുധവർഗങ്ങളും നാം ധരിക്കേണ്ടത് ഏത് കാലത്തും ആവശ്യമാണ്. വീണ്ടും നമുക്ക് മുന്നോട്ടുള്ളതായ നമ്മുടെ ജീവിതത്തിൽ നാം കൈവരിക്കേണ്ട ചില സ്വഭാവ സവിശേഷതകളും വേഗത്തിൽ പറയാമെന്ന് ആഗ്രഹിക്കുകയാണ്. ഒന്ന്, നമ്മുടെ പോരാട്ടം ലോകത്തോടുള്ളതാണ്. ലോകത്തിൻ്റെ അംഗീകാരത്തിനുള്ളതായ പ്രലോഭനങ്ങൾ പലപ്പോഴും നമ്മെ ലോക മക്കൾ എന്നുള്ളതായ നിലയിലേക്ക് തരം താഴ്ത്തുവാൻ ഇടയായിത്തീരും. രണ്ടാമതായിട്ട്, ലോകത്തിൻ്റെ സദാചാര സംഹിതകളോട് അനുരൂപമാകുവാനുള്ളതായ ഒരു പ്രലോഭനം നമ്മളെപ്പോഴും നയിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അനേക ആത്മീയർ പരാജയപ്പെടുവാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയും ഇടയാകുന്നത് കാണാൻ സാധിക്കുന്നതാണ്. ലോകത്തിൻ്റെ തത്വജ്ഞാനം സ്വീകരിക്കുവാനുള്ള പ്രലോഭനങ്ങൾ. പ്രിയമുള്ളവരെ, ദൈവത്തിനും ദൈവത്തിൻ്റെ വചനത്തിനും അനേക പുകഴ്ചകൾ ഉണ്ടാക്കുന്നതാണ് അതായ ലോകത്തിൻ്റെ തത്വങ്ങൾ. ലോകത്തിൽ ഉയർന്നു നിൽക്കുന്ന തത്വങ്ങൾ പലപ്പോഴും നമുക്ക് സ്ഥാനമാനങ്ങൾ ലഭിക്കുന്നു എന്നതിനാൽ നമ്മളൊക്കെയും അതിലേക്ക് പ്രലോഭനം ചെയ്യുവാനും ഇടയായിത്തീരുന്നു. വീണ്ടും ലോകത്തിൻ്റെ സമ്പത്ത് നേടാനുള്ള പ്രലോഭനം നമ്മളെ ലോകസ്നേഹത്തിൻ്റെ അടിമകളാക്കുന്നതായി കാണും. ഇന്ന് അനേക ആത്മീയരായ ദൈവമക്കൾ പരാജയപ്പെടുവാൻ കാരണം ലോകത്തിൻ്റെ സമ്പത്ത് ആർജിക്കുവാനുള്ള നെട്ടോട്ടമാണ് പലപ്പോഴും പരാജയത്തിലേക്ക് നയിക്കുന്നത്. വീണ്ടും ദൈവവചനത്തെ ചോദ്യം ചെയ്യുവാനുള്ള പ്രലോഭനം പലപ്പോഴും ദൈവമക്കളുടെ ഇടയിൽ വർദ്ധിച്ചു വരുന്നതായി കാണാൻ സാധിക്കും. ലോകത്തോടും ലോകത്തിൻ്റെ സ്നേഹത്തോടും അനുരൂപപ്പെട്ടു പോകുമ്പോൾ ഇപ്രകാരം ദൈവവചനത്തെ ധിക്കരിക്കുവാനും ചോദ്യം ചെയ്യുവാനുള്ള പ്രലോഭനങ്ങളും വർദ്ധിച്ചു വരും. സ്വാർത്ഥ താല്പര്യങ്ങളെ പ്രതി വർദ്ധിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. വീണ്ടും ക്രിസ്തുവിനെക്കുറിച്ച് ബുദ്ധിപരമായി ലജ്ജ തോന്നാനുള്ള ഒരു പ്രലോഭനം. പ്രിയമുള്ളവരെ, ക്രിസ്തുവിൽ ആശ്രയിച്ചും ക്രൂശെടുക്കുന്ന അനുഭവത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ പലപ്പോഴും ലോകപ്രകാരം ലജ്ജ ഭവിക്കേണ്ടിയാകും. അതുകൊണ്ട് അതിൽ നിന്നും വ്യതിരിച്ച് ലോകപരമായ നേട്ടങ്ങൾക്ക് വേണ്ടി ഉള്ള പ്രലോഭനങ്ങളും പലപ്പോഴും ദൈവമക്കളെ വശീകരിക്കുവാൻ സാധ്യതയുണ്ട്. വീണ്ടും ദൈവത്തിലുള്ളതായ വിശ്വാസം വിഡ്ഢിത്തമാണെന്ന് കണക്കാക്കാനുള്ള ഒരു പ്രലോഭനം. പ്രിയമുള്ള, ലോകത്തിൻ്റെ തത്വങ്ങളും ജ്ഞാനങ്ങളും വർദ്ധിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനത്തിലും ദൈവത്തിൻ്റെ ശക്തിയിലും ആശ്രയിക്കുന്നതിനേക്കാൾ ലോകത്തിൻ്റെ ശക്തിയിലും ലോകത്തിൻ്റെ ജ്ഞാനത്തിലും ലോകത്തിൻ്റെ സമ്പത്തിലും ആശ്രയിക്കുവാൻ പലപ്പോഴും ദൈവജനം ഈ കാലത്തും പ്രലോഭനത്തിൽ അടിമപ്പെട്ട് അവരും പരാജയപ്പെടുന്നതായിട്ട് കാണാൻ സാധിക്കും. 1 യോഹന്നാൻ 2-ാം അധ്യായം
15 മുതൽ 16 വാക്യങ്ങളിൽ ലോകത്തെയും ലോകത്തുള്ളതിനെയും സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവന് പിതാവിന് സ്നേഹമില്ല. ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം ഇങ്ങനെ ലോകത്തിലുള്ളത് എല്ലാം പിതാവിൽ നിന്നല്ല ലോകത്തിൽ നിന്ന് അത്രയെന്ന് വചനം വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നു. ആകയാൽ ലോകസ്നേഹത്തെ വിട്ട് ലോകത്തോടുള്ള പോരാട്ടത്തിൽ ആത്മീയ ആയുധങ്ങൾ ധരിച്ചുകൊണ്ട് ദൈവത്തെ പ്രീതിപ്പെടുത്തുവാൻ നമുക്കിടയാകട്ടെ. രണ്ടാമതായിട്ട് ജഡത്തോടുള്ള പോരാട്ടമാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശക്തിപ്പെടുത്തേണ്ടത്. ഇന്ന് ലോകത്തിലേക്ക് തിരിഞ്ഞു ചിന്തിച്ചാൽ ലൈംഗിക അസാൻമാർഗികത വർദ്ധിച്ചു വരുന്നതായി കാണാൻ സാധിക്കും. ലോകത്തിൻ്റെ കച്ചവട കണ്ണുകൾ പ്രിയമുള്ളവരെ ലൈംഗികത വളർത്തുന്നതായ പരസ്യങ്ങളിലൂടെയും മറ്റും ദൈവജനത്തെ പ്രലോഭനത്തിൽ പരാജയപ്പെടുത്തി ദൈവമക്കളെന്ന് അവകാശപ്പെടുന്നവരെ പോലും പരാജയപ്പെടുത്തുന്നതായിട്ട് കാണാൻ സാധിക്കും. പ്രിയമുള്ളവരെ, രണ്ടാമതാണ് അശുദ്ധിയാണ്. ഒരു കാലത്ത് നാം അശുദ്ധി എന്ന് വിചാരിച്ചിരുന്ന കാര്യങ്ങളൊക്കെയും ഇന്ന് ഇതാ ലോകത്തിൻ്റെ സ്നേഹത്താൽ അത് വിശുദ്ധി എന്നുള്ളതായ അവസ്ഥയിലേക്ക് വളർത്തി. അത് പലപ്പോഴും നിയമങ്ങളുടെ രൂപത്തിലൊക്കെ ഈ സമൂഹത്തിൽ വരുന്നു കാണുമ്പോഴും ദൈവജനം ഓർക്കണം, ഇതൊക്കെ നാശത്തിൻ്റെ തുടക്കമാണെന്ന് തിരിച്ചറിയുവാനും അതിൽ നിന്നൊക്കെ വ്യതിചലിച്ച് ജീവിക്കുവാനും നമുക്ക് സാധിക്കണം. മൂന്നാമതായിട്ട് ദുഷ്കാമം. പ്രിയമുള്ളവരെ, ദുഷ്കാമം ദൈവമക്കളെ പലപ്പോഴും പരാജയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് കാണാൻ സാധിക്കുകയാണ്. ദൈവം ഏറ്റവും വെറുക്കുന്ന മറ്റൊരു പാപമാണ് വിഗ്രഹാരാധന. ദൈവത്തിൻ്റെ കൽപ്പനകളിൽ ഒന്നാമത്തെ കൽപ്പന തന്നെ ദൈവത്തിൻ്റെ കൽപ്പനകളിൽ പ്രധാനപ്പെട്ടത് തന്നെ വിഗ്രഹാരാധനയ്ക്കെതിരെ ആണെന്നുള്ളത് തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവമല്ലാതെ മറ്റൊന്നിനെയും നാം ആരാധിക്കാതെ അതിൽ നിന്നൊക്കെ വ്യതിചലിച്ചുകൊണ്ട് നമ്മെ സൃഷ്ടിച്ച് മനഞ്ഞുണ്ടാക്കിയ നമ്മെ വീണ്ടെടുത്ത നമ്മളെ വഴി നടത്തുന്ന ദൈവത്തിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് ആ ദൈവത്തെ മാത്രമേ ആരാധിക്കൂ എന്നുള്ള ദൃഢനിശ്ചയത്തോടെ നമുക്ക് പോകുന്നുവെങ്കിൽ ജഡത്തിലുള്ള പോരാട്ടത്തിൽ വിജയിക്കുക നമുക്ക് സാധിക്കും. വീണ്ടും ആഭിചാരം ലോകത്തുള്ള സ്നേഹത്തിൻ്റെ ആ ഒരു വലിയ പാപമായി കാണാൻ സാധിക്കും. അതിനുള്ള പോരാട്ടത്തിൽ ആഭിചാരത്തെ അതിജീവിക്കുവാനും നമുക്ക് സാധിക്കണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുകയാണ്. വീണ്ടും ഇന്ന് സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന ഒന്നാണ് പക എന്നുള്ളതായ പാപം. പ്രിയമുള്ളവരെ, കർത്താവ് അരുളി ചെയ്തു, നമ്മുടെ ഇടത്ത് ചെകിടത്ത് അടിച്ചാൽ വലത് ചെകിട് കൂടി കാണിക്കണമെന്ന് കർത്താവ് ദൈവസ്നേഹത്തിൽ പഠിപ്പിച്ചുവെങ്കിൽ പ്രിയമുള്ളവരെ, കണ്ണിന് പകരം കണ്ണ് എന്നുള്ളതായ ആ പഴയ തത്വങ്ങളിലേക്ക് തിരികെ പോയാൽ അത് പകയിൽ നിന്നും പകയിലേക്ക് വളരുവാനും നമ്മുടെയും ലോകത്തിൻ്റെയും ചുറ്റുമുള്ളവരുടെയും നാശത്തിനും കാരണമായി തീരുമെന്ന് ദൈവജനം ഓർത്തുകൊള്ളണം. വീണ്ടും ഭിന്നത എന്നതായ ജഡത്തിൻ്റെ ആ പാപം ഇന്ന് വർദ്ധിച്ചു വരുന്നതായി കാണാൻ സാധിക്കും. വ്യക്തി ജീവിതം എടുത്താൽ, കുടുംബജീവിതം എടുത്താൽ, സഭാ സാമൂഹിക ജീവിതം എടുത്താൽ ഭിന്നതകൾ വർദ്ധിക്കുന്നത് ഒരു വലിയ അപകടകരമായ പ്രവണതയാണെന്ന് തിരിച്ചറിയുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. വീണ്ടും അസൂയ, ജഡത്തിൻ്റെ ഇച്ഛകളാണല്ലോ അസൂയ എന്ന് പറയുന്നത്. നമ്മുടെ സഹോദരനായ മറ്റൊരുവൻ്റെ വിജയത്തിൽ നമുക്ക് സന്തോഷിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ അവൻ്റെ വിജയത്തെ താഴ്ത്തിക്കെട്ടിക്കൊണ്ട് അവനെ പരാജയത്തിൽ വിടുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മെ നയിക്കുന്നത് അസൂയയുടെ ആത്മാവാണെന്ന് തിരിച്ചറിഞ്ഞോളം. ഞാൻ വേഗത്തിൽ പോവുകയാണ്. വീണ്ടും ക്രോധം, അതിമോഹം, ദന്തപക്ഷം, സ്പർദ്ധ, മദ്യപാനം, ദുശ്ചിന്തകൾ, മോഷണം, കൊലപാതകം, വ്യഭിചാരം, അത്യാഗ്രഹം, വിദ്വേഷം, ചതിവ്, ദുർനടപ്പ്, ദൂഷണം, അഹങ്കാരം, മൂഢത ഇവയൊക്കെയും ജഡത്തിൻ്റെ പ്രവൃത്തികളാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രിയമുള്ളവരെ, ആത്മാവിൻ്റെ പ്രവൃത്തികളിലേക്ക് മടങ്ങി വരുവാൻ ക്രിസ്തുവിൻ്റെ രക്തത്തിൽ ആശ്രയം വെച്ചുകൊണ്ട് ക്രിസ്തു ഏകരക്ഷകനായിരിക്കെ അവൻ തന്നെ ആശ്രയമാക്കിക്കൊണ്ട് നമുക്ക് പാപത്തിൻ്റെ വികാരങ്ങളെ, പാപത്തിൻ്റെ ജഡത്തിൻ്റെ ആ ചിന്തകളെ, ജഡത്തിൻ്റെ പ്രവൃത്തികളെ പരാജയപ്പെടുത്തുവാൻ നമുക്കിടയാകണം. വീണ്ടും ഗലാത്യർ 5-ാം അധ്യായം 19 മുതൽ 21 വാക്യങ്ങളിൽ അതിന് വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നു. ജഡത്തിൻ്റെ പ്രവൃത്തികളോ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദന്തപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറിക്കൂത്ത് മുതലായവ എന്ന് വെളിവാകുന്നു. ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശിക്കുകയില്ല എന്ന് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഇപ്പോഴും നിങ്ങളോട് മുൻകൂട്ടി പറയുന്നുവെന്ന് ഗലാത്യർക്കുള്ള ലേഖനത്തിലൂടെ വിശുദ്ധനായ പൗലോസ്ലീഹ നമ്മെ പഠിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, വീണ്ടും മർക്കോസ് എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 21 മുതൽ 23 വാക്യങ്ങളുടെ അകത്ത് നിന്ന്, മനുഷ്യ ഹൃദയത്തിൽ നിന്ന് തന്നെ ദുശ്ചിന്ത, വ്യഭിചാരം, പരസംഗം, കൊലപാതകം, മോഷണം, അത്യാഗ്രഹം, ദുഷ്ടത, ചതി, ദുഷ്കർമ്മം,
വിടക്ക് കണ്ണ്, ദൂഷണം, അഹങ്കാരം, മൂഢത എന്നിവ പുറപ്പെടുന്നു. ഈ ദോഷങ്ങളെല്ലാം അകത്ത് നിന്ന് പുറപ്പെട്ട് മനുഷ്യൻ അശുദ്ധനാകുന്നു എന്നും അവൻ ഇതാ പറഞ്ഞു രേഖപ്പെടുത്തിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, ജഡത്താൻ നയിക്കപ്പെടുന്നവരുടെ പരാജയ കാരണങ്ങളാണ് ഇതൊക്കെ എന്ന് ഓർത്തുകൊള്ളണം. വീണ്ടും മൂന്നാമത് സാത്താനുള്ള പോരാട്ടമാണ്. സാത്താൻ്റെ പോരാട്ടങ്ങൾ 3 വിധത്തിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒന്ന്, പുറമേ നിന്നുള്ള സാത്താൻ്റെ ആക്രമം, പീഡനം. പ്രിയമുള്ളവരെ, നമ്മുടെ ഉള്ളിലേക്ക് വികാരങ്ങളെ കൂട്ടിക്കലർത്തി വിടുക, അതുപോലെ മനസ്സിനെ ഭീഷണിപ്പെടുത്തുക, വീണ്ടും ഇച്ഛാശക്തിയെ തളർത്തുക, അതുപോലെ ശരീരത്തെ പീഡിപ്പിക്കുക എന്നുള്ളത് സാത്താൻ പുറമേ നിന്ന് നമ്മിലേക്ക് കടത്തിവിടുന്നതായ പ്രതിസന്ധികളാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇതാ ഇയ്യോബിന്റെ ജീവിതം പരിശോധിക്കുമ്പോൾ നമുക്ക് കൂടുതലായി മനസ്സിലാക്കാൻ സാധിക്കും. ഇയ്യോബ് 2:7 അങ്ങനെ സാത്താൻ യഹോവയുടെ സന്നിധി വിട്ട് പുറപ്പെട്ട് ഇയ്യോബിനെ ഉള്ളങ്കാൽ മുതൽ നെറുക വരെ വല്ലാത്ത പരുക്കളാൽ ബാധിപ്പിച്ചുവെങ്കിൽ, പ്രിയമുള്ളവരെ, വിശ്വാസികളായി ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും സാത്താൻ ഇങ്ങനെയുള്ള പരീക്ഷകൾ കടത്തിവിടുന്നത് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെ ജയിക്കാൻ പാകത്തിന് ദൈവത്തിന്റെ പരിശുദ്ധമായ വചനത്തെ ശക്തിപ്പെടേണ്ടതും ഈ കാലത്തും ആവശ്യമാണെന്ന് തിരിച്ചറിഞ്ഞോളം. വീണ്ടും അകമയുള്ള സാത്താൻ്റെ ഉപദ്രവങ്ങളാണ് ഒഴിയാബാധകളായിട്ട് നമ്മെ ബാധിക്കുന്നത്. ദഹിപ്പിക്കുന്ന ചിന്തകൾ, നിർബന്ധിതമായ പ്രവൃത്തികൾ, അമിതമായ ഭയങ്ങൾ, അത്യാസക്തികൾ മുതലായവ നമ്മുടെ ഉള്ളിൽ നിന്നും പിശാചുണ്ടാക്കുന്നതായ നാശകരമായ അവസ്ഥകളാണ്. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 26 മുതൽ 27 വാക്യങ്ങളോടെ കോപിച്ചാൽ പാപം ചെയ്യാതിരിപ്പാൻ കോപിപ്പിൻ, പാപം ചെയ്യാതിരിപ്പിൻ, സൂര്യൻ അസ്തമിക്കുവോളം നിങ്ങൾ കോപം വച്ച് കൊണ്ടിരിക്കരുത്, പിശാചിന് ഇടം കൊടുക്കരുതെന്നും ദൈവവചനത്തിലൂടെ ദൈവം നമ്മെ പഠിപ്പിക്കുകയാണ്. വീണ്ടും സാത്താന്റെ നിയന്ത്രണത്തിൽ നമ്മെ ബാധിപ്പിക്കുന്ന കാര്യങ്ങളാണ് പ്രേതബാധ, മാനസിക യാതന, ദീർഘകാലമായ ഭയം, അപസ്മാരം, ശബ്ദവ്യതിയാനങ്ങൾ, മോഹാലസ്യം, അതീന്ദ്രിയ ശക്തികൾ, വേദനയില്ലായ്മ, അമാനുഷിക ശക്തി, പെട്ടെന്നുള്ള വ്യക്തിത്വ മാറ്റങ്ങൾ, അക്രമാസക്ത സ്വപ്നങ്ങൾ, പേടി സ്വപ്നങ്ങൾ, അതുപോലെ മാന്ത്രിക വിദ്യയോടുള്ള അമിത താല്പര്യം, അന്യഭാഷകളിൽ സംസാരിക്കുന്നത്, അതുപോലെ ബലഹീന ശരീരങ്ങൾ, ഞരമ്പ് വേദന, അനിയന്ത്രിതമായ ചെറിച്ചിൽ, അതുപോലെ യേശുക്രിസ്തുവിന്റെ നാമത്തോടും മറ്റ് ദൈവിക സംഗതികളും അക്രമാസക്തമായ പ്രതികരണം മുതലായവ പലപ്പോഴും പിശാച് നമ്മളെ നിയന്ത്രിച്ചുകൊണ്ട് നടത്തുന്ന കാര്യങ്ങൾ. ഇവയെല്ലാം പലതും തന്നെ പ്രാർത്ഥനയാലും ഉപവാസത്താലും നീക്കുവാൻ സാധിക്കും. എന്നാൽ ചില എല്ലാ കാര്യങ്ങളൊക്കെയും അത് വേണ്ടതായ വൈദ്യ ശുശ്രൂഷയിലൂടെ, വൈദ്യസഹായത്തിലൂടെയാണ് നീക്കാൻ സാധിക്കുന്നുള്ളതുകൊണ്ട് ഒരു കൃത്യമായ ഒരു ജീവിത വീക്ഷണവും നമ്മുടെ ഉത്ബോധ്യങ്ങളും ഈ കാലഘട്ടത്തിൽ ഈ കാര്യങ്ങളൊക്കെയും നിയന്ത്രിക്കുവാൻ നമുക്ക് ആവശ്യമാണ്. ഞാൻ വേഗത്തിൽ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അസ്ലിമുള്ളവരെ, വീണ്ടും നമ്മൾ പരാജയത്തിലേക്ക് നടത്തുന്നതായ ചില കാര്യങ്ങൾ, അതിൻ്റെ തുടക്കം മുതലുള്ള കാര്യങ്ങളൊന്ന് ഓർപ്പെടുത്തിട്ടുള്ളത്. ചില പൈശാചിക പോരാട്ടങ്ങൾ നമ്മുടെ മനസ്സിൽ രൂപപ്പെടുകയാണ് ചെയ്യുന്നത്. അത് മനസ്സിലാണ് തുടങ്ങുന്നത്. ഒന്ന്, ലൗകികമോ ജഡികമോ പൈശാചികമായ പ്രേരണകൾ മൂലം മനസ്സിനുള്ളിലേക്ക് ഒരു തെറ്റായ ചിന്ത കടന്നു കയറുന്നു. അത് പിശാചാണ് ഒരുക്കുന്നത്. ഇതാണല്ലോ ഉൽപ്പത്തി പുസ്തകത്തിൽ ഹവ്വയുടെ ജീവിതത്തിൽ സംബന്ധിച്ച് ഒരു തെറ്റായ പ്രേരണ ചിന്ത കടത്തിവിട്ടപ്പോൾ അത് ഹൃദയത്തിൽ ആഗ്രഹമായും ജീവിതത്തിൽ പ്രവൃത്തിയുമായി മാറിയപ്പോൾ പരാജയത്തിന് കാരണമായി തീർന്നു. അങ്ങനെ വരുന്ന ചിന്തയെ സ്വീകരിക്കണമോ വേണ്ടയോ എന്നുള്ളതായ ഒരു തിരഞ്ഞെടുക്കുവാനുള്ള ഇച്ഛാശക്തി നിർവഹിക്കുന്നു. വേണോയോ ഒരു പാപം വേണോ വേണ്ടയോ എന്ന് ചിന്തിക്കുവാനും തീരുമാനിക്കാനുള്ളതായ ഇച്ഛാശക്തി ദൈവം നമുക്ക് തന്നിട്ടുള്ളതുകൊണ്ട് അത് വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കണം. നിരന്തരമായ തിരഞ്ഞെടുക്കൽ മൂലം ഒരു തെറ്റായ ശീലം നമ്മുടെ ഉള്ളത്തിൽ രൂപപ്പെടുകയാണ്. ആ ശീലം വേരൂന്നി ഒരു സ്വഭാവമായി മാറുമ്പോൾ ആ പൈശാചിക കോട്ട നമ്മളിൽ വികസിക്കുവാൻ ഇടയായിത്തീരും. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ തെറ്റായൊരു ചിന്ത വന്ന് അവനെ പരാജയപ്പെടുത്തുന്നത് വിശുദ്ധ വേദപുസ്തകത്തിലെ ഒരു വ്യക്തിയുടെ പരാജയത്തിൽ നിന്നും തെളിവ് സഹിതമായി നിങ്ങൾക്കായിട്ട് നൽകുകയാണ്. 1 ശമൂവേൽ 9, 10, 18, 19, 26, 31 അധ്യായങ്ങളിലായിട്ട് ശൗൽ രാജാവിന് വരുന്നതായ പരാജയത്തെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട രാജാവായ ശൗൽ ഇസ്രായേലിനെ അമോന്യരിൽ നിന്ന് വിടുവിച്ചുകൊണ്ട് വിനീതനായി തൻ്റെ ഭരണം ആരംഭിച്ചു. ഫിലിസ്തീർക്കെതിരായി പോരാടി ജയിച്ച ദാവീദിന് ശൗൽ വലിയ ഒരു പദവി നൽകുകയാണ്. പക്ഷേ ദാവീദിന്റെ ജനപ്രീതി ശൗലിന്റെ ഹൃദയത്തിൽ അസൂയ ചിന്തയുടെ രൂപത്തിൽ ജനിപ്പിക്കുകയും
ദാവീദിന്റെ ജീവനൊടുക്കുവാൻ അവൻ പ്രേരിതനാകുകയും ചെയ്ത് ഒരു തെരഞ്ഞെടുപ്പ് അവൻ്റെ ജീവിതത്തിൽ വരികയാണ്. അത് പരാജയപ്പെട്ടപ്പോൾ ദാവീദിനെതിരായി തുടർച്ചയായ പല പദ്ധതികളും ശൗൽ വിഭാവനം ചെയ്തു. ചില ശീലങ്ങൾ ശൗലിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. വീണ്ടും ശിഷ്ടായുസ് മുഴുവൻ അലട്ടുന്ന ഭയവും അവിശ്വാസവും ശൗലിനെ പിന്തുടർന്നു. ഒരു കോട്ടയായി, പിശാചിൻ്റെ കോട്ടയായി ശൗലിൻ്റെ ജീവിതത്തിൽ രൂപപ്പെടുകയാണ്. അമർത്തപ്പെട്ട കോപം, ഭയം, അസൂയ, ക്ഷമയില്ലായ്മ, എതിർപ്പ്, നിഗളം എന്നീ മാതിരികളിലൂടെ പൈശാചിക ശക്തികൾ ഒരുവന്റെ ജീവിതത്തിൽ പ്രവേശിക്കുമെന്നുള്ളത് ശൗൽ രാജാവിൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കും. ഇസ്രായേൽ രാജാവും അതുപോലെ തന്നെ ഇപ്രകാരം പരാജയത്തിൽപ്പെട്ടതായിട്ട് ശൗൽ വെളിച്ചപ്പാടത്തിയോട് ഉപദേശം നേടി അവസാനം ശൗലിന് ഏറ്റവും കഠിന ശിക്ഷ അനുഭവിക്കേണ്ടി വന്നതായിട്ട് നമുക്ക് വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്നും പഠിക്കുവാൻ സാധിക്കുന്നതാണ്. ദൈവജനത്തിൻ്റെ പരാജയ കാരണങ്ങൾ ഒരു സംഭവത്തിലൂടെ വേഗത്തിൽ ഓർമ്മപ്പെടുത്താമെന്ന് ആഗ്രഹിക്കുകയാണ്. വാട്ടർലൂ യുദ്ധം സൈനിക പ്രതിഭയായ നെപ്പോളിയൻ്റെ സമ്പൂർണ്ണ പരാജയത്തിന് കാരണമായി തീർന്നു. മഴ മൂലം യുദ്ധഭൂമി ചെളി നിറഞ്ഞിരുന്നു. അത് കാരണം തൻ്റെ പീരങ്കി പട്ടാളത്തെ അയക്കുവാൻ താമസം നേരിട്ടു. അദ്ദേഹം ശങ്കിച്ചു നിന്നത് വിനാശകാരണമായി. ആ സമയം ശത്രുക്കൾ ഒത്തുചേർന്ന് ഇരട്ടി സംഖ്യയായി ഫ്രഞ്ച് പടയെ തോൽപ്പിക്കുവാൻ ഇടയായി. നമ്മുടെ യുദ്ധഭൂമി നമ്മുടെ മനസ്സാണ്. ബ്രിട്ടൻ്റെ പ്രധാനമന്ത്രിയായിരുന്ന വിൻസ്റ്റൺ ചർച്ചിൽ ഒരിക്കൽ പ്രകാരം പറയേണ്ടതായിരുന്നു, ഏറ്റവും വലിയ യുദ്ധം നടക്കുന്നത് മനുഷ്യൻ്റെ മനസ്സിലാണെന്ന്. വാത്സല്യമുള്ളവരെ, നമ്മുടെ മനസ്സ് ക്രിസ്തുവിൽ കേന്ദ്രീകരിച്ച് നമുക്ക് നിയന്ത്രിക്കാൻ സാധിച്ചാൽ നമ്മുടെ പരാജയങ്ങളെ അതിജീവിക്കാൻ നമുക്ക് സാധിക്കുമെന്ന് പ്രത്യേകമായി ഈ വാട്ടർലൂ യുദ്ധത്തിൻ്റെ അനുഭവത്തിലൂടെ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 10-5 വാക്യങ്ങളിലൂടെ, അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചു കളഞ്ഞ ഏതു വിചാരത്തെയും ക്രിസ്തുവിനുള്ള അനുസരണത്തിനായി പിടിച്ചടക്കിയെന്ന് രേഖപ്പെടുത്തിയ പ്രകാരം നമ്മുടെ ജീവിതങ്ങളെയും ക്രമപ്പെടുത്തുവാൻ നമുക്കിടയാകട്ടെ. പൈശാചിക സാന്നിധ്യത്തിൻ്റെ കോട്ടയുടെ വികാസത്തെ വേഗത്തിൽ ഓർപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ലൗകികമോ ജഡികമോ പൈശാചികമായ പ്രേരണകൾ മൂലം മനസ്സിനുള്ളിലേക്ക് ഒരു ചിന്ത കടന്നു വരുവാനായി തീർന്നു. ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, ഹവ്വയുടെ ഉള്ളിലേക്ക് പിശാച് ഒരു ദുഷ്പ്രേരണയിലൂടെ പാപത്തെ കടത്തിവിടുകയാണ്. ആ ചിന്തയെ സ്വീകരിക്കുകയോ വേണ്ടയോ എന്നുള്ളതായി തിരഞ്ഞെടുക്കൽ ഉള്ള ഇച്ഛാശക്തി മനുഷ്യനായിട്ട് ദൈവം നൽകിയിരിക്കുന്നു. പിശാച് ഈ ചിന്ത കൊടുക്കുമ്പോൾ ഹവ്വയ്ക്ക് അത് വേണ്ടയോ എന്ന് തിരിക്കാനുള്ള ഇച്ഛാശക്തി ഉണ്ടായിരുന്നുവെങ്കിൽ ആ പൈശാചിൻ്റെ ആ പ്രേരണയെ ഹവ്വ സ്വീകരിക്കുകയാണ് ഉണ്ടായിരുന്നത്. നിരന്തരമായി തിരഞ്ഞെടുക്കൽ മൂലം ഒരു ശീലം രൂപം കൊള്ളുന്നു. നാം ഈ ലോകത്ത് നടക്കുന്ന അനേക ദുരന്തങ്ങൾ പരിശോധിച്ചാൽ, പാപത്തിൻ്റെ കാഠിന്യം മൂലമുണ്ടാകുന്ന അവസ്ഥകൾ പരിശോധിച്ചാൽ, ഏതൊരു ശീലവും ഒറ്റ ദിവസം കൊണ്ട് ഉണ്ടായതല്ല. നിരന്തരമായി ഉണ്ടാകുന്ന പരിശീലനം കൊണ്ട് ആണ് ഓരോ മഹാപാപങ്ങളും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നതെന്ന് കാണാൻ നമുക്ക് സാധിക്കും. വീണ്ടും ആ ശീലം വേരൂന്നി ഒരു സ്വഭാവമായി മാറുമ്പോൾ, അതൊരു വലിയ കോട്ടയായി വികസിക്കുമ്പോൾ നമ്മുടെ സമ്പൂർണ്ണ പരാജയത്തിന് കാരണമാകുമെന്നുള്ളതുകൊണ്ട് പൈശാചിൻ്റെ ദുഷ്പ്രേരണകൾക്ക് വിധേയരാകാതെ ദൈവത്തിൻ്റെ പ്രേരണയിലും അവൻ്റെ സ്നേഹത്തിലും നമ്മൾ അധിഷ്ഠിതമായ ജീവിതം കെട്ടിപ്പടുക്കണമെന്ന് പ്രത്യേകമായി ഓർപ്പിക്കുകയാണ്. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 26-27 വാക്യങ്ങളിൽ, കോപിച്ചാൽ പാപം ചെയ്യാതിരിപ്പിൻ, സൂര്യൻ അസ്തമിക്കുവോളം നിങ്ങൾ കോപം വെച്ചുകൊണ്ടിരിക്കരുത്, പിശാചിന് ഇടം കൊടുക്കരുതെന്ന് ദൈവം നമ്മെ പഠിപ്പിക്കുകയാണ്. വീണ്ടും ഒരു ഉദാഹരണത്തിലൂടെ ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ദൈവത്താൽ തെരഞ്ഞെടുപ്പെട്ട രാജാവായ ശൗൽ രാജാവ് ഇസ്രായേലിനെ അമ്മോന്യരിൽ നിന്നും വിടുവിച്ചുകൊണ്ട് വിനീതനായി തൻ്റെ ഭരണം ആരംഭിക്കുന്നു. ഫെലിസ്ത്യർക്കെതിരെ പോരാടി ജയിച്ച ദാവീദിന് ശൗൽ വലിയൊരു പദവി നൽകുകയാണ്. പക്ഷെ ദാവീദിന്റെ ജനപ്രീതി ശൗലിന്റെ ഹൃദയത്തിൽ അസൂയ ഒരു ചിന്തയുടെ രൂപത്തിൽ കടന്നു വരികയാണ്. വീണ്ടും ദാവീദിന്റെ ജീവനൊടുക്കുവാൻ ശൗൽ പ്രേരിതനാകുകയും ചെയ്യുന്നു. അവൻ തെറ്റായ ഒരു സാഹചര്യം അവിടെ തിരഞ്ഞെടുക്കുന്നു. വീണ്ടും അത് പരാജയപ്പെട്ടപ്പോൾ ദാവീദിനെതിരായി തുടർച്ചയായ പല പദ്ധതികളും ശൗൽ വിഭാവന ചെയ്യുകയാണ്. അവൻ്റെ ഉള്ളത്തിൽ ചില തെറ്റായ ശീലങ്ങൾ രൂപപ്പെടുകയാണ്. വീണ്ടും ശിഷ്ടായുസ് മുഴുവൻ അലട്ടുന്ന ഭയങ്ങളും അവിശ്വാസവും ശൗലിനെ
പിന്തുടരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഒരു വലിയൊരു കോട്ട ശൗലിൻ്റെ ജീവിതം മുഴുവനായിട്ട് നശിപ്പിക്കുന്ന ഒരു കോട്ട വികസിച്ചപ്പോൾ ശൗലിൻ്റെ ജീവിതം മുഴുവൻ പരാജയപ്പെടുന്നതായിട്ട് കാണാൻ സാധിക്കും. അമർത്തപ്പെട്ട കോപം, ഭയം, അസൂയ, ക്ഷമയില്ലായ്മ, എതിർപ്പ്, നിഗളം എന്നീ വാതിലിലൂടെ പൈശാചി ശക്തികൾ ഒരുവന്റെ ജീവിതത്തിൽ പ്രവേശിക്കുമെന്നുള്ളത് ശൗലിന്റെ ജീവിതത്തിൽ നിന്നും നമുക്ക് കാണാൻ സാധിക്കും. ആകയാൽ വാത്സല്യമുള്ളവരെ, 1 ദിനവൃത്താന്തം 10 അധ്യായം 13 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിലൂടെ ഇങ്ങനെ ശൗൽ യഹോവയോട് ചെയ്ത അതിക്രമവും ഹേതുവായും യഹോവയുടെ വചനം പ്രമാണിക്കായാലും വെളിച്ചപ്പാടത്തിയോട് അരുളപ്പാട് ചോദിച്ചതിനാലും മരിക്കേണ്ടി വന്നതായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. അവൻ യഹോവയോട് അരുളപ്പാട് ചോദിക്കാകയാൽ അവനെ കൊന്ന് രാജ്യത്വം ഇശ്ശായിയുടെ മകനായ ദാവീദിന് കൊടുത്തു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. നാം ദൈവത്തോട് ആലോചന ചോദിക്കാതെ പൈശാചിക ശക്തിയാൽ നയിക്കപ്പെടുന്നവരോട് മുന്നോട്ടുള്ള ജീവിതത്തിലുള്ള ആലോചന ചോദിച്ചാൽ അത് പരാജയത്തിലാണ് എത്തിക്കുകയുള്ളൂ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് ജഡമോഹത്തെ, അതുപോലെ കൺമോഹത്തെ, ജീവനത്തിൻ്റെ പ്രതാപത്തെ പരാജയപ്പെടുത്തിക്കൊണ്ട് ദൈവത്തിൽ ആശ്രയം വെച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ഹിതത്തിന് നമ്മുടെ ജീവിതത്തെ വിട്ടുകൊടുത്തുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളും മറ്റുള്ളവരുടെ ജീവിതങ്ങളും രക്ഷിക്കുവാൻ സഭയാവുന്ന ആ നൗകയോട് ചേർത്ത് വെച്ചുകൊണ്ട് ക്രിസ്തുവിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുവാൻ സ്വർഗത്തിലെ ദൈവം പ്രാപ്തി തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ അല്പസമയത്തെ ശുശ്രൂഷ വിരമിക്കുന്നു. ദൈവം നാം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിൽ അത്രയും അധികം സ്നേഹമുള്ള ദൈവമക്കളെ, ഇന്ന് ബഹുമാനപ്പെട്ട എൽദോസ് തുരുത്തേൽ അച്ഛനിലൂടെ അതിശ്രേഷ്ഠമായ ദൂത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകി. നമുക്ക് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കാം. എഫേസ്യ ലേഖനം 6:11 പിശാചിൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധ വർഗം ധരിച്ചുകൊള്ളുവിൻ. ഒരു വിശ്വാസി ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ യുദ്ധക്കളത്തിലാണ്. ഓരോ നിമിഷവും നമുക്ക് പോരാട്ടമുണ്ട്. പോരാട്ടത്തിൽ വിജയിക്കേണ്ടതിന് നാം വായിച്ചു കേട്ട തിരുവചന പ്രകാരം പിശാചിൻ്റെ സൈന്യങ്ങളുമാണ് നമ്മുടെ ശത്രു. ആ ശത്രുവിനോട് പോരാടാൻ ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിച്ചുകൊണ്ട് നമുക്ക് ഈ വിശ്വാസ ജീവിതത്തിൽ മുന്നേറാം. ഇന്ന് വചനം പങ്കുവെച്ച ബഹുമാനപ്പെട്ട അഭിഷിക്തന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമക്കളെ, തിരുവചനാഗ്നി ധ്യാനം ഇത്രയും കാലം നടത്തിക്കൊണ്ടുപോകാൻ ദൈവം കൃപ നൽകി. ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. നമുക്ക് എല്ലാ മാസവും നടത്തിവരുന്ന ആന്തരിക സൗഖ്യ ധ്യാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. 10-ാം തീയതി ആരംഭിക്കുന്നു. അതിൻ്റെ എല്ലാ ക്രമീകരണങ്ങളും പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കട്ടെ. അതുപോലെ നമ്മുടെ ഈ വർഷത്തെ വാർഷിക കൺവെൻഷൻ ഫെബ്രുവരി 11 മുതൽ 15 വരെ നടത്തപ്പെടുകയാണ്. വാർഷിക കൺവെൻഷനെയും മേഖലാ യോഗങ്ങളെയും എല്ലാം ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ധ്യാനകേന്ദ്രത്തിൻ്റെ ചുമതലയുള്ള അഭിനന്ദ പിതാവിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ധ്യാനകേന്ദ്രം ദാനമായി തന്ന ഭവനത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം. ദാനമായി തന്ന മകന് നിത്യശാന്തി നൽകണമേ എന്ന് വിനയത്തോടെ ദൈവസന്നിധിയിൽ അപേക്ഷിക്കാം. ശനിയാഴ്ച തോറുമുള്ള ധ്യാനം, അതുപോലെ തിരുവചനാഗ്നി ധ്യാനം യൂട്യൂബിൽ, ഞായറാഴ്ചത്തെ എവൻഗേലിയോൻ സന്ദേശം യൂട്യൂബിൽ, തിങ്കൾ ചൊവ്വ ദിവസങ്ങളിലെ ബൈബിൾ ക്ലാസ്, ബൈബിൾ സ്റ്റഡി എല്ലാം ദൈവകരങ്ങളിലേക്ക് ചേർത്ത് വയ്ക്കാം. ദൈവമക്കളെ, ഇന്നത്തെ തിരുവചനാഗ്നി ധ്യാനം സ്പോൺസർ ചെയ്തിരിക്കുന്നത് മിനു ഷാരോൺ ദമ്പതികളാണ്. ആ കുടുംബത്തെ സമർപ്പിക്കാം. അവരെ നല്ല ആവശ്യങ്ങളിൽ കൂടെ ഇരുന്ന് അളവില്ലാതെ അവരെ അനുഗ്രഹിക്കണമേ എന്ന് വിനയത്തോടെ ദൈവസന്നിധിയിൽ അപേക്ഷിക്കാം. ധ്യാനകേന്ദ്രത്തിൻ്റെ ചുമതലയുള്ള വന്യ ആചാര്യന്മാരെ, പ്രത്യേകിച്ച് വന്യ വാലയിൽ കോർപ്പിസ്കോപ്പ് അച്ഛന് പൂർണ്ണ സൗഖ്യം സൗഖ്യം ലഭിക്കാനായി നമുക്ക് സമർപ്പിക്കാം. ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനെയും എല്ലാ പ്രവർത്തകരെയും ക്രൂശിൻ്റെ ചുവട്ടിൽ താഴ്ത്തി വയ്ക്കുന്നു. തിങ്കൾ ചൊവ്വ ദിവസങ്ങളിലെ ബൈബിൾ ക്ലാസ്, ബൈബിൾ സ്റ്റഡി, വചനധ്യാനം, ധ്യാനകേന്ദ്രത്തിലെ സകല ശുശ്രൂഷകരെയും യേശുവേ അങ്ങയുടെ തൃപ്പാദത്തിൽ താഴ്ത്തി സമർപ്പിക്കുകയാണ്. പരിശുദ്ധ അമ്മേ മാതാവേ, സകല വിശുദ്ധരെ മാധ്യസ്ഥ വഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റുഹായുടെയും നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതൻ്റെ കൃപയും പരിപൂർണമാക്കുന്ന പരിശുദ്ധ റുഹായുടെ സംബന്ധവും സഹവാസവും നിങ്ങളെല്ലാവരുടെ മേലും, നമ്മളോർത്ത് പ്രാർത്ഥിച്ച വിഷയങ്ങളുടെ മേൽ, സമർപ്പിച്ച വിഷയങ്ങളുടെ മേൽ ഇന്നും എന്നും എല്ലാ നാളും വർദ്ധിക്കുമാറാകട്ടെ. ആമേൻ.